പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥിത്വവും സംബന്ധിച്ച കഥകളും ഉപകഥകളും ഒക്കെ നിറയുന്ന ഈ ഘട്ടത്തിൽ ന്യൂസ് മലയാളം പുതിയൊരു വാർത്താ വർത്തമാനം തുടങ്ങുകയാണ്. വോട്ടും കട്ടനും എന്നാണ് പേര്. 4 മണി നേരത്തെ കട്ടൻ കാപ്പി കുടിച്ചൊരു വിശകലനം. ഇന്ന് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത് സുജിത് ചന്ദ്രനും ലിജോ വർഗീസും ആസിഫ് മുഹമ്മദും ആണ്. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ചൂടുള്ള വോട്ട് വർത്തമാനം എന്നത്. ലിജോ, എന്താണ് ഇന്നത്തെ ചൂടൻ വിഷയം? സംഗീത, സുജിത്താണ്. എൻ്റെ പേര് സുജിത് ചന്ദ്രൻ. എൻ്റെ ഒപ്പം സംഗീത പറഞ്ഞതുപോലെ ന്യൂസ് എഡിറ്റർമാരായിട്ടുള്ള ആസിഫും അതേപോലെ ലിജോ വർഗീസും ഉണ്ട്. ശരിക്കും ഈ പരിപാടി തുടങ്ങാൻ നേരം ഞങ്ങളിതിൻ്റെ പേരിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഓഫീസിൽ വൈകുന്നേരം ഡെസ്കിൽ ചായ കാപ്പിയൊക്കെ വരുന്ന സമയമാണ്. എങ്കിൽ പിന്നെ വോട്ടും കട്ടനും എന്ന് തന്നെ പരിപാടിക്ക് പേരിട്ടേക്കാന്ന് വെച്ചു. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ മുഴുവൻ നമ്മൾ കാണുന്നത്, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഒരു തവണയെങ്കിലും കണ്ണിൽ ഉടക്കി പോകുന്ന, ആവർത്തിച്ച് വരുന്ന ഒരു ദൃശ്യം കുറ്റ്യാടിയിലെ ആ ദൃശ്യമാണ്. അതായത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ജാഥയിൽ സംഭവിച്ച ആ തിക്കും തിരക്കും തള്ളും ഉരസലും ശരിക്കും അത് ഷാഫി പറമ്പിലിൻ്റെ ഒരു സ്വാഭാവിക നീരസമായി, പെട്ടെന്നുണ്ടായ ഒരു നീരസമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പറയുന്നത്. അതേ വേളയിൽ തന്നെ ഇത് കോൺഗ്രസിൻ്റെ വലിയൊരു ആന്തരിക വൈരുദ്ധ്യമായിട്ടാണ് ഈ രാഷ്ട്രീയ എതിരാളികൾ, പ്രത്യേകിച്ച് CPIM ഒക്കെ അവതരിപ്പിക്കുന്നത്. സത്യത്തിൽ ഇത്രയും വലിയ ചർച്ചാ വിഷയമായതുകൊണ്ട് തന്നെയാണ് ഒരു 10 മിനിറ്റ് നേരം ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ നോക്കുന്നത്. ഇത് വലിയ ഒരു തർക്കമണ്ഡലമല്ല, ശരിക്കും ഒരു സ്നേഹത്തള്ളൽ അല്ലേ? അപ്പോൾ നമുക്ക് തള്ളി നോക്കുന്നു. അപ്പോൾ ആസിഫെ, ശരിക്കും ഇത് കോൺഗ്രസിൻ്റെ ഒരു ആന്തരിക വൈരുദ്ധ്യമായിട്ട് തോന്നുന്നോ, അതോ ഒരു സ്വാഭാവികമായിട്ട് അപ്പോൾ ഉണ്ടായ ഒരു തർക്കത്തിന്മേലുണ്ടായ ഒരു നീരസം കണക്കിലെടുക്കേണ്ട കാര്യമില്ല എന്നാണോ തോന്നുന്നത് ആസിഫിന്? കണക്കിലെടുക്കേണ്ട കാര്യമില്ലെന്ന് വെച്ചാൽ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നത്തിൽ അത് കണക്കിലെടുക്കേണ്ട കാര്യമുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കോളേജ് പിള്ളേർ തമ്മിൽ അടിയുണ്ടാകുന്ന, സ്കൂൾ പിള്ളേർ തമ്മിൽ അടിയുണ്ടാകുന്നൊക്കെ വാർത്തയാകുന്ന കാലമാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഏതൊക്കെ ഗ്രൗണ്ടിൽ കിടന്ന് എന്തോരം തല്ലിലുണ്ടായിട്ടുണ്ടാവും. ഇക്കാലമാണെങ്കിൽ അതെല്ലാം വലിയ വാർത്തയാകും. പക്ഷേ കോൺഗ്രസ് ഈ കാലത്തിനനുസരിച്ച് ആ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളുന്നില്ലാന്ന് തോന്നുന്നു. ഇതൊക്കെ കോൺഗ്രസിൻ്റെ വേദികളിലൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. ഇന്നയാളെ ആദ്യം സംസാരിക്കാൻ വിളിക്കാത്ത പ്രശ്നം ഉണ്ടാകും, സംസാരിക്കാൻ താമസിച്ച് വിളിച്ചാലുള്ള പ്രശ്നം ഉണ്ടാകും, സമയം കുറച്ച് ലഭിച്ചാലുള്ള പ്രശ്നം ഉണ്ടാകും. ഇതൊക്കെ കാലഘട്ടമുള്ളതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഓരോ സെക്കൻഡും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല. ഒരു സെക്കൻഡ് ഉള്ള ഒരു വീഡിയോയുടെ ഒരു ചെറിയൊരു തരി മതി, അത് വലിയ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും, അത് വലിയ പ്രശ്നമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. ഷാഫി ചിലപ്പോൾ ആ ഒരു സ്റ്റേജ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചതായിരിക്കും. പക്ഷേ കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത്, കഴുത്തെ പിടിച്ച് തള്ളി മാറ്റുന്നത് പോലെ അതൊരു നിശ്ചല ദൃശ്യമായിട്ട് മാറുന്ന സമയത്ത് ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ വന്നത് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്ന ഷാഫി എന്നാണ്. ശരിക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു വലിയ കാര്യം ഇവിടെ സംഭവിക്കുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ആസിഫ് പറഞ്ഞ പോലെ ഒരു തർക്കമണ്ഡലം പൊതുവേ രൂപപ്പെട്ട് നിൽക്കുന്ന അന്തരീക്ഷമാണ്, ഇലക്ഷൻ കാലവുമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ദൃശ്യം കിട്ടുമ്പോഴത്തേക്ക് അത് വലിയ തോതിൽ വ്യാഖ്യാനിക്കപ്പെടും. പിന്നെ പറയുന്ന പോലെ ജീവിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അവർ തന്നെ പറയാറുള്ളത്. അതിനകത്ത് നിറയെ ആന്തരിക വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അപ്പോഴും എല്ലാത്തരം പ്രകാശനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും പറയാനും എടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ചെറിയ ഉരസലുകളൊക്കെ ഉണ്ടാവുമെന്ന് അവർ പറയുന്നു. അങ്ങനെ പറഞ്ഞു പോകുമോ? ഇത് അതന്നെ, ഇതൊരു കുടുംബത്തിലുണ്ടായ പ്രശ്നമാണ്. ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു പ്രശ്നം. അത് ആ കഥയിൽ അങ്ങനെ ചേട്ടനിയന്മാർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അത് അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാമെന്നുള്ളത് എന്ന തലക്കാണ് പറയുന്നത്. ഇതൊരു സ്നേഹത്തള്ളൽ എന്നാണല്ലോ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞത് തന്നെ. ഇതൊരു സ്നേഹത്തള്ളലാണ്. അത് സ്നേഹം എന്ന നിലയ്ക്കാണ് അതിനെ അവർ കാണുകയും ചെയ്തത്. പക്ഷേ ഇതിലൊരു അതിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രമോദ് കക്കട്ടിൽ എന്ന ആളാണ് ഇത് സംസാരിക്കുന്നത്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള DCCയുടെ സെക്രട്ടറി ആയിട്ടുള്ള ആൾ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഇത് പറയുന്ന സമയത്താണ് കഴുത്തിൽ പിടിച്ച് മാറ്റുകയും പിന്നീട് സംസാരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഒരുപാട് ആളുകൾ ആ വേദിയിലുണ്ട്, വലിയ തിരക്കാണ്. അതായത് ഈ യാത്ര എന്ന് പറയുന്നത്, ഇപ്പോൾ VD സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രയ്ക്ക് ഒരുപാട് ആളുകൾ വരുന്നു, അതിഭീകരമായ തിരക്കുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തിരക്കിനിടയ്ക്ക് സംഭവിച്ച, അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ തിരക്കിൽ സംഭവിച്ച ഒരു പ്രശ്നത്തിന് അപ്പുറത്തേക്ക് ഇതിൽ കാര്യമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഷാഫി പറമ്പിലിന് അവിടെ വലിയ ബേസ് ഉണ്ട് എന്നാണ്. അതായത് വടകര MP ആണ്, അവിടെ വലിയ വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. പ്രത്യേകിച്ച് വടകര ആ മേഖലയുടെ ഇങ്ങോട്ട് കുറ്റ്യാടി, പേരാമ്പ്ര ഒക്കെ വലിയ സ്വാധീനം ഷാഫി എന്ന നിലയ്ക്ക് ഷാഫിക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സമയത്ത്
ഷാഫിയുടെ അല്ലെങ്കിൽ ഇപ്പം ഷാഫിയുടെ ഒരു ഹോം ടർഫ് എന്ന് പറയുന്ന സ്ഥലമായി വടകര മാറുന്ന സമയത്ത് അവിടെ സംസാരിക്കാൻ ഷാഫിക്ക് അവസരം കിട്ടേണ്ടിയിരുന്നില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF-നുള്ളിൽ ഉണ്ടായിട്ടുള്ള വളരെ ചെറിയ സൗന്ദര്യപ്പിണക്കം അല്ലെങ്കിൽ ഒരു ആരാണ് മാറിയെടുത്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന പോലെയുള്ള ഒരു ചെറിയ പ്രശ്നം മാത്രമാണ്. അത്ര ലളിതമായിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല ഒരു തരത്തിൽ. അല്ലെ, നമ്മൾ തർക്കിക്കാൻ വേണ്ടി പറയില്ല കേട്ടോ. ഇപ്പോൾ ഇത് ആദ്യത്തെ ഇതിന്റെ ഉദ്ഘാടന ദിവസം കെ സുധാകരൻ സംസാരിക്കാതെ ഇറങ്ങിപ്പോയത് നമുക്കറിയാലോ. ശരിക്കും അതെ, പേരാദ്യം വിളിക്കാത്തതിന്റെ പ്രശ്നം ഇവിടെ ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ജാഥ ക്യാപ്റ്റനൊപ്പം തന്നെയാണ് ഷാഫി പറമ്പിലും വരുന്നത്. ജാഥ ക്യാപ്റ്റൻ ഇവരുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജാഥ ക്യാപ്റ്റൻ മാത്രം സംസാരിച്ചാൽ മതിയെന്നാണ് ഇവർ തമ്മിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ധാരണ. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ ഷാഫിയുടെ ടെറൈനാണ്, ഷാഫിയുടെ ഓൺ കോർട്ടാണ്, ഹോം ഗ്രൗണ്ടാണ്. അവിടേക്ക് വരുന്ന സമയത്ത് ഷാഫി സംസാരിക്കണമെന്ന് സാഹസിൽ നിന്ന് ഭയങ്കര ബഹളം ഉണ്ടാവുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ സംസാരിക്കാൻ വേണ്ടി നേരത്തെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു, ജോയിന്റ് സെക്രട്ടറി അല്ല, ജില്ലാ സെക്രട്ടറി അല്ലേ, DC സെക്രട്ടറി ഇദ്ദേഹം വിളിക്കുകയാണ്, പ്രമോദ് കക്കട്ടിൽ വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചാടിപ്പോയി വേണ്ട 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 വിളിക്കണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആസിഫെ അവിടെ ഒരു പ്രസംഗക്രമത്തിലും ആ പരിപാടിയുടെ മൊത്തത്തിലുള്ള ഒരു ഒതുക്കത്തിലും കൈയടക്കത്തിലും അതിൻ്റെ കാര്യക്രമങ്ങൾ നിശ്ചയിക്കുന്നതിലും ഒക്കെ ഈ പറയുന്ന ജൈവികമായി ജീവിച്ചിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് അങ്ങനെയാണല്ലോ കോൺഗ്രസ് പറയാറുള്ളത്, ഒരു സീരിയസ്നെസ് ഉണ്ടാവേണ്ടത്, ഒരു ക്രമം ഉണ്ടാവേണ്ടത്, ഒരു അച്ചടക്കം ഉണ്ടാവേണ്ട കാര്യമുണ്ട് അല്ലേ? നേരത്തെ ആസിഫ് പറഞ്ഞ പോലത്തെ ഈ അബദ്ധം വരും. സോഷ്യൽ മീഡിയ തുറന്നിരിക്കുകയാണ്, നാനാതരം മാധ്യമങ്ങൾ, പല താല്പര്യങ്ങളുള്ളവർ അവിടെ ഉണ്ടാവും. നമുക്കൊന്നും പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലെങ്കിലും പിന്നെ നാനാതരം താല്പര്യമുള്ള മൊബൈൽ ഫോണുകൾ ഈ വിഷയത്തെ പല സൈഡിൽ നിന്ന് പകർത്തുന്നുണ്ടാവും. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഉയർപ്പ്, അവർ ഇതാ ഭരണം കിട്ടാൻ പോകുന്നു എന്നൊക്കെ ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ടൊരു വലിയ ജാഥ നയിച്ചിങ്ങനെ വരുമ്പോൾ അവിടെ ആ വേദിയിൽ ഉയർന്ന ഒരു സ്വരം ഐക്യത്തിൻ്റെതല്ല, അസ്വസ്ഥതയുടേതാണ്. സദസ്സിനേക്കാളിൽ കൂടുതൽ ആളുകൾ വേദിയിൽ നിൽക്കുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു ജൈവിക സ്വഭാവം അവിടെ ആവർത്തിക്കപ്പെടുന്നു. ഇത് ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടാക്കി വെക്കുന്നില്ലേ ശരിക്കും? ഇല്ലേ? ഇല്ല എന്നൊക്കെ പറയാൻ സെമി കേഡർ എന്നൊക്കെ ഒരു കാലത്ത് ചെയ്തു പോയി. അതൊരു സെമി കേഡർ പോലും ആകുന്ന ഒരു ഘട്ടത്തിലേക്കൊന്നും ഒരിക്കലും എത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, ഈ അവിടെ ആ പ്രശ്നം ഇല്ലാതാക്കാൻ കഴിയും. ഷാഫി ആ ഒരു വാക്ക് തന്നെ എന്നെ വിളിച്ചതിന് ശേഷമാണ്, സതീശനെ വിളിച്ചതിന് ശേഷമാണോ എന്നെ വിളിക്കുന്നത്? അത് ജെന്യുവനായിട്ട് ചോദ്യമാണ്. ആ സമയത്ത് അല്ലല്ലോ വിളിക്കേണ്ടത്, നിൽക്കുവാണ് നേരത്തെ വിളിക്കേണ്ടത്. സതീശൻ പ്രസംഗിക്കാൻ വന്നില്ലേ? രണ്ട് തരത്തിൽ പക്ഷെ വ്യാഖ്യാനിക്കുമ്പോൾ എന്താ ചെയ്തേ? രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം. എന്നെ അത് വിളിക്കേണ്ടത്, അത് കഴിഞ്ഞില്ല വിളിക്കേണ്ട എന്നൊരു ഇതിൽ വരാം. അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ വിളിക്കുന്നത് ഒഴിവാക്കി കൂടായിരുന്നു എന്നും വരാം. പക്ഷേ അവിടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതിയിലല്ല സംസാരം നടന്നേക്കുന്നത്. കാരണം എല്ലാവരുടെയും മുഖഭാവം അടക്കം നമ്മൾ കണ്ടതാണ്. അത് അത്ര സുഖകരമായ രീതിയിലല്ല അവരത് ഹാൻഡിൽ ചെയ്ത് പോയത് എന്നുള്ളതാണ്. ഒരു ടെൻഷൻ വാസ്തവം തന്നെയാണ്. ഒരു സ്ഥലത്തേക്ക് അല്ലേ, ഒരു വേദിയുടെ ഒരു പ്രോട്ടോകോൾ അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പ് തന്നെയാണ്. കാര്യം ഈ കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമാണെന്ന് കോൺഗ്രസിനെ വിമർശിക്കുന്നവർ കളിയാക്കി വിമർശിക്കാറുണ്ട്. ചിരകാലമായി കോൺഗ്രസിന് കിട്ടുന്ന ഒരു വിമർശനം അതാണ്, ഇതൊരു ആൾക്കൂട്ടമാണ്. അതിനെ കോൺഗ്രസ്സുകാർ തന്നെ കൗണ്ടർ ചെയ്യുന്ന ലിജോ ഇപ്പോൾ പറഞ്ഞ പോലെ ഇതൊരു ജനാധിപത്യ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങളുടെ ആളുകളൊക്കെ എങ്ങനെയാണ്, VD സതീശനുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും പ്രശ്നമുണ്ട്. ഫോണിൽ അതായത് മൈക്ക് ഓൺ ആയിരുന്നു, അവിടെ നിന്ന് സംസാരിച്ച് സുധാകരൻ വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യം അവിടെ ഉണ്ട്. അതൊന്നും പറഞ്ഞു ഇതൊരു ജനാധിപത്യ പാർട്ടി, ഞങ്ങൾ ചേട്ടനിയന്മാർ ഇങ്ങനെയാണെന്ന് എന്ന് പറഞ്ഞത്. അതെ, അന്നത്തെ പ്രശ്നം ഇതുപോലെ ഈ പ്രാവശ്യം സുധാകരൻ ഇറങ്ങിപ്പോയ വിഷയം. അപ്പം ഇതിനപ്പുറത്തേക്ക് ഇപ്പം കോൺഗ്രസ്, അതായത് ഈ വീഡിയോ വന്നതിന് ശേഷം കോൺഗ്രസ് പറയുന്നത്, പ്രത്യേകിച്ച് ഇതുവരെ അല്ലെങ്കിൽ CPM-ന് അത്രത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അത്രത്തോളം സ്വാധീനമുള്ള മേഖല എന്ന നിലയ്ക്ക് ഈ കുറ്റ്യാടിയായാലും പേരാമ്പ്രയായാലും ആ മേഖലയിലൊക്കെ വലിയ തോതിലുള്ള ആൾക്കൂട്ടം കാണാൻ വരുന്നു, അല്ലെങ്കിൽ യാത്രയെ വലിയ തോതിൽ കാണുന്നു. അടുത്തൊരു വീഡിയോ കൂടി അതിനനുസരിച്ച് വന്നു. ഇപ്പോൾ അതായത് VD സതീശനെ, പേരാമ്പ്രയിലാണ് VD സതീശനെ എടുത്തുയർത്തിക്കൊണ്ടാണ് വേദിയിലേക്ക് വരുന്നത്. തൊട്ട് പുറകെ വരുന്ന ഷാഫി പറമ്പിലിനെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് VD സതീശൻ കൈപിടിച്ച് വലിച്ച് കയറ്റുന്നത് ആളെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വേറെ പ്രത്യേകത. എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, ഇവരുടെ വേദിയിലേക്ക് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. വലിയ ഉണർവ് അണികൾക്കിടയിൽ ഈ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആ രൂപത്തിൽ നടക്കുകയും ചെയ്യും. പക്ഷേ അവിടെ വന്നിട്ട്
മുല്ലപ്പള്ളി വീണിട്ടില്ല, ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു വെല്ലുവിളിയുടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാര്യമില്ല അവിടെ. അത് മനസ്സിലാകുന്നില്ല. സോഷ്യൽ മീഡിയയുടെ കാലമോ ഇവർ മനസ്സിലാകുന്നില്ല. കാരണം ഇതൊരു എല്ലാം വീഡിയോഗ്രാഫി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇത് തെളിവ് ഇങ്ങനെ ഇപ്പൊ നമ്മൾ രാവിലെ നമ്മൾ നിന്നപ്പോഴല്ലേ സതീശൻ ഇങ്ങനെയാണല്ലോ പ്രതിപക്ഷ നേതാവ് പറയുന്നത്, നമുക്ക് വീഡിയോ എടുത്ത് ഒന്നുകൂടെ നോക്കാന്ന് പറഞ്ഞപ്പോൾ മുല്ലപ്പള്ളി വീണിട്ടുണ്ട്, തള്ളിയിട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. മുല്ലപ്പള്ളി തിരക്കാണ്. തിരക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അതായത് ആ മേഖലയിൽ അല്ലെങ്കിൽ പൊതുവിൽ ഈ പറഞ്ഞ ആൾക്കൂട്ടം വരുന്നു. അതായത് വി.ഡി. സതീശനെ കേൾക്കാൻ അല്ലെങ്കിൽ യു.ഡി.എഫിനെ കേൾക്കാൻ ആൾക്കൂട്ടം വരുന്നു. പുതുയുഗ യാത്ര എന്ന് പറയുന്നത് യു.ഡി.എഫിനെ സംബന്ധിച്ചൊരു വിജയം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നൊരു സാഹചര്യത്തിൽ ഒരു ഭരണം കിട്ടിയ അല്ലെങ്കിൽ ഭരണം കിട്ടാൻ പോകുന്ന ഒരു പാർട്ടി എന്നുള്ള പ്രതീതിയുണ്ട്. അതുകൊണ്ട് തന്നെ വേദിയിൽ അതിനനുസരിച്ച് ആളുകൾ കൂടും. ഈ മുഖം കാണിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അടുത്ത സ്ഥാനാർത്ഥി പട്ടികയിൽ വരേണ്ട ആളുകളുണ്ട്, പതിയേണ്ടതുണ്ട്. ഭരണം വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ബോർഡ് കോർപ്പറേഷൻ മുതൽ അങ്ങോട്ട് മറ്റു കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാവർക്കും അവരവരുടേതായ കൂറും ദൃശ്യതയും ഉണ്ടാക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് വേദിയിലുണ്ട്. ആ തിരക്കിൽ പെട്ടുപോയ ഒരാളാണ് ഇത്തവണ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന മുല്ലപ്പള്ളി അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഷാഫി ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ശരിക്കും അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് ഷാഫി. അതെ അതെ. ഈ റാലിയിൽ തന്നെ ഷാഫിയുടെ ആയിട്ട് വരുന്ന വീഡിയോസ് വെച്ച് അറിയാം. ഷാഫി ആ റാലിയുടെ ഇടയിൽ കൂടെ നടക്കുന്നു, ആളുകളെ അങ്ങോട്ട് ഓടിച്ച് കയറ്റി വിടുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഷാഫിയുടെ പേജിലല്ല വരുന്നത്, പക്ഷേ ഷാഫിയുമായി ബന്ധപ്പെട്ട പേജിൽ നിരന്തരം വരികയും അത് കൃത്യമായിട്ട് അത് നടപ്പിലാക്കാൻ, അത് ഓർഗനൈസ് ചെയ്യാൻ അറിയാവുന്ന ആളാണ് ഷാഫി. സോഷ്യൽ മീഡിയ മൈൻഡ് ഇതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യത്തിലേക്കാണ് ഇതിന്റെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോഴായിരിക്കാം പുള്ളിക്ക് ഒരു പക്ഷേ ഈ പ്രശ്നം, അതായത് ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും മുതിർന്ന നേതാക്കളുണ്ട്. അവർ, അതായത് മുല്ലപ്പള്ളിയെ പോലുള്ള ആളുകളുണ്ട്, അവർ പുറകിലാണ്, അവരെ തട്ടി മാറ്റുന്നുണ്ട്. അതായത് ഷാഫി പറമ്പിൽ പ്രസംഗിക്കണോ വേണ്ടോ എന്നുള്ളത്, അവിടെ ഒരു ആർക്കാണ് പ്രൊമിനൻസ് എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ ഒരു തർക്കം ഉണ്ടാവുന്നത്, മറ്റുള്ളവരെയും കൂടെ തള്ളി നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് ഷാഫി പ്രസംഗിക്കുന്നു പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ആ വീഡിയോ ഷാഫിക്ക് വേണ്ടി അവിടെ വി.ഡി. സതീശൻ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ കണ്ടിട്ടില്ല, നേരെ നിന്ന് സംസാരിക്കാണ്. അല്ല, ഇത് എങ്ങനെയൊക്കെ രൂപപ്പെട്ടു വരികയെന്ന് പിന്നല്ലേ അറിയൂ. ആ നിമിഷം സതീശന്റെ അല്ലെങ്കിൽ ജാഥ ക്യാപ്റ്റന്റെ മനസ്സിൽ ചിലപ്പോൾ ഞാനല്ലേ മെയിൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പുള്ളി ഇതൊന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ നിന്ന് സംസാരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു സീൻ ഇവിടെ ഉണ്ടാകരുതെന്നുള്ള ജാഗ്രത ആയിരിക്കാം ശരിക്കും ഷാഫി എടുക്കുന്നത്. പക്ഷേ അത് മൊത്തത്തിൽ ഇപ്പോൾ വന്നപ്പോൾ ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ മുൻപേജ് നോക്കുക, കഴുത്ത് ഞെരിക്കാൻ നോക്കിയെന്നാണ് പറയുന്നത്. അതെ ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു വിഷ്വൽ പുറത്തേക്ക് വന്നാൽ അല്ലെങ്കിൽ ഒരു ദൃശ്യം കിട്ടിയാൽ അത് ഏതൊക്കെ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു കാലത്താണ് നമ്മളുള്ളതെന്ന് മുഖ്യമന്ത്രി പോറ്റി ഇറങ്ങി വരുന്ന അല്ലേ, അങ്ങോട്ട് മാറി നിൽക്കുന്ന പറഞ്ഞിട്ടാണ് CM പോകുന്നത്. പക്ഷെ അത് ചെവിയിൽ കാര്യം പറയുന്നത് പോലെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഷാഫിയുടെ അടുത്ത് പ്രതികരണം എടുക്കാൻ പോയാലോ വണ്ടി കൊണ്ട് എടുക്കാൻ പോയാലോ നമുക്ക് ഷാഫി എപ്പോഴും തോളത്തുനിന്ന് കയറ്റി അങ്ങനെ സംസാരിക്കുള്ളൂ. ഷാഫിയുടെ ഒരു ശൈലി കൂടെ ഉണ്ട്. ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ മുഖം ഒരു സ്റ്റിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രോഷമുള്ള പോലെ തോന്നുന്നു അല്ലേ. ഞാൻ പറയാം, മൈക്രോ സെക്കൻഡ് മതി, 2 സെക്കൻഡ് വിഷ്വൽ വന്നു കഴിയുമ്പോൾ തന്നെ അത് കൺവേ ചെയ്യുന്ന വേറെ നിലയ്ക്ക്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഉമ്മൻചാണ്ടിക്ക് ശേഷം അങ്ങനെ ഒരു പൊളിറ്റീഷ്യനായി മാറും. അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത്തരത്തിലൊരു ജനസ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ആളെന്ന നിലയ്ക്ക് വളരാൻ ശ്രമിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. അതായത് പാലക്കാട് നിൽക്കുന്നു, അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് MLA ആയിരുന്ന ഒരാൾ വടകരയിൽ പോകുന്നു, അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുന്നു. ജയിച്ചതിന് ശേഷം ആ പ്രദേശത്ത് മൊത്തം, ആ ജില്ലയിൽ കോഴിക്കോട് അല്ലെങ്കിൽ ആ ഒരു മലബാർ റീജിയണിൽ ആ തരത്തിൽ കോൺഗ്രസിന് ഒരു ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ തരത്തിൽ ഒരു പ്രൊമിനൻസ് കിട്ടണ നേതാവാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അതിൽ തെറ്റില്ല എന്നുള്ളതും ഷാഫിയുടെ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾക്ക് പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ അറിയോ, ഇപ്പോൾ ഈ LDFന്റെ 2 യാത്രകൾ നടക്കുന്നുണ്ട്, UDFന്റെ യാത്ര നടക്കുന്നുണ്ട്, BJPയുടെ യാത്ര 3 നടക്കുന്നുണ്ട്. BJPയുടെ യാത്ര തുടങ്ങിയിട്ടില്ലല്ലോ. പക്ഷേ ഇതിലെ ഒരു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാകുന്നൊരു ദൃശ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ ലിജോ പറഞ്ഞതുപോലെ നേതാക്കൾക്ക് അടിസ്ഥാനപരമായിട്ട് ഇത് ഗുണമേ ചെയ്യുന്നുള്ളതാണ് തോന്നുന്നത്. ഈ വിവാദം ഉണ്ടെങ്കിലും ആ യാത്രയെ ദൃശ്യതയിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാ നേതാക്കൾക്കും അവരുടെ പടം കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് സദസ്സിനേക്കാളിൽ കൂടുതൽ ആളുകൾ കോൺഗ്രസിന്റെ വേദിയിൽ വരുന്നത്. അപ്പോൾ ഈ അകമേ എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ ഒരു ഈ വഴക്കുണ്ടാക്കാൻ പറയുന്നതോ അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലാണെന്ന് ആക്കി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് വലിയ പ്രചാരണം കിട്ടും. പക്ഷേ ഈ ആളുകളെ കൂടുതൽ മുഖങ്ങൾ ഫെമിലിയർ ആക്കാൻ ഒരു തരത്തിൽ ഇത് കോൺഗ്രസിന് ഗുണമായിട്ടേ വരുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെയാണ്. നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമാണ്. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ അതെ, നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ യാത്ര, പുതുയുഗ യാത്ര എന്ന വി.ഡി. സതീശന്റെ യാത്ര വയനാട്ടിലെത്തുമ്പോൾ അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിന് ശേഷം ഒന്ന് താഴ്ന്നു വരുന്നു, വീണ്ടും ചർച്ചയാവുകയാണ്, വലിയ തരത്തിൽ ചർച്ചയാവുന്നു. എല്ലാ ദിവസവും വി.ഡി. സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്നതിനേക്കാൾ കൂടുതൽ റീച്ച് പുതുയുഗ യാത്രയ്ക്ക് ഈ ഒരൊറ്റ പരിപാടിയിൽ കൊണ്ട് ലഭിക്കുന്നുണ്ട്. ആദ്യം
സുധാകരൻ ഇറങ്ങിപ്പോയപ്പോൾ കിട്ടിയതും അതിനുശേഷം ഇപ്പോൾ കിട്ടിയതും. അപ്പോൾ ഒരു വലിയ തരത്തിൽ സോഷ്യൽ മീഡിയ വഴി നെഗറ്റീവായിട്ടൊരു ക്യാമ്പയിൻ ഒരു വശത്ത് നടക്കുമ്പോൾ പോലും അത് അവസാനിപ്പിച്ച് വലിയ തോതിൽ മുമ്പോട്ട് പോകാൻ UDF ഒരു പരിധിവരെ ഈ കാര്യത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ആ തരത്തിലേക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ അപ്പോഴും എങ്ങനെ ആയിരിക്കണം ഒരു വേദിയിൽ നേതാക്കൾ പെരുമാറേണ്ടത്? അത് ഷാഫി പറമ്പിലെ പോലുള്ള ആൾ അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു നേതാവ് എന്ന നിലക്ക് അദ്ദേഹത്തിന് കുറെ കൂടി ശ്രദ്ധിക്കാമായിരുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിലും അതിനെ മറികടക്കാൻ നേരത്തെ ആസിഫ് പറഞ്ഞ പോലെ തന്നെ ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകൾക്ക് കഴിയും. അവരത് ആ തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ അവരത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. ഏതായാലും അടുത്തൊരു വിഷയവുമായി നാളെ വീണ്ടും കട്ടൻ ചായയുമായി ഞങ്ങൾ വീണ്ടും വരും. ഓട്ടും കട്ടനും തൽക്കാലത്തേക്ക് എന്ന സ്നേഹത്തള്ളലുമായി ഞങ്ങൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.